പ്രമുഖകളെ, വർക്കല ശിവഗിരി മഠത്തിൻ്റെ പേരിലും മഠത്തിൻ്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭയുടെ പേരിലും മഠത്തിൻ്റെ ശാഖാസ്ഥാപനമായ പേരാമ്പ്ര ഗുരു ചൈതന്യ മഠത്തിൻ്റെ പേരിലും ഞങ്ങൾക്കുള്ള ആശംസകൾ നിങ്ങളെ ആദ്യം തന്നെ അറിയിച്ചു. ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുവാനുണ്ടായ കാരണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ദുരന്തം ആണ്. ദുരന്തം എന്ന് പറഞ്ഞാൽ വിവേകാനന്ദനാൽ ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ട രാജ്യത്തെ ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയ മഹാപുരുഷന്മാരുടെ ശവഫലമായി ഒട്ടൊക്കെ മാറ്റം വരുത്തി ഒരു തീർത്ഥാലയത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ വീണ്ടും ജാതിയുടെ മേൽക്കോയ്മ വെച്ചു പുലർത്തിക്കൊണ്ട് ഒരു പട്ടികജാതി വർഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ ജാതിയുടെ പേര് പറഞ്ഞ് അപമാനിച്ചിരിക്കുന്നു. ഒരു ദന്തൽ വിദ്യാർത്ഥിയാണ്. ആ കുട്ടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന് കൂടെ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റ് സാംസ്കാരിക നായകന്മാരും പറയുമെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിന് ശരിയായ കാരണം ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് തക്കതായ ശിക്ഷ നൽകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ അതിന് കാരണക്കാരായ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, അവരെ ജയിലിലടച്ച് അവർക്ക് കഠിനമായ ശിക്ഷ നൽകേണ്ടതാണ്. ജാതിപരമായ മേൽക്കോയ്മ ഇന്നും സമൂഹത്തിൽ ശക്തമായി നിലകൊള്ളുകയാണ്. പണ്ടൊക്കെ സാമൂഹ്യമായ അന്തരീക്ഷത്തിൽ വഴിനടക്കാനും പള്ളിക്കൂടത്തിൽ പോകാനും അമ്പലത്തിൽ പോകാനും ഒക്കെ സ്വാതന്ത്ര്യമില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജാതി ആളുകളുടെ ഉള്ളിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്, മനസ്സിൽ കുടികൊള്ളുകയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അധസ്ഥിത, പിന്നോക്ക, പട്ടികജാതി, പട്ടികവർഗ, ദളിത് വിഭാഗങ്ങളെ ഇന്നും ചവിട്ടിത്താഴ്ത്തുന്ന ഒരു ദുസ്ഥിതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഗുരു ചൈതന്യ മഠത്തിൽ ചേർന്ന ഭക്തന്മാരുടെ യോഗം അപലപിക്കുകയും ഒരു പ്രമേയം അവിടെ അവതരിപ്പിച്ച് പാസാക്കുകയും ചെയ്തു. തെറ്റ് ചെയ്തവരെ കഠിനമായി ശിക്ഷിക്കണമെന്നും അതിന് ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് കൈക്കൊള്ളണമെന്നും ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ആ ഇലക്ഷനില് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ നിർത്തി മത്സരിപ്പിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഊന്നി പറയുകയുണ്ടായി. ശ്രീ രാഹുൽ ഗാന്ധി ശിവഗിരിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു നിവേദനം നൽകിക്കൊണ്ട് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ആവശ്യമായ പ്രാതിനിധ്യം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ശിവഗിരിയുടെ ഈ അപേക്ഷ ശരിയാണ് എന്നും അതനുസരിച്ചുള്ള നിലപാടുകൾ പാർട്ടിയുടെ നേതൃത്വം കൈക്കൊള്ളണമെന്നുമൊക്കെ രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയെങ്കിലും ഈഴവ സമുദായത്തിൽപ്പെട്ട ഏതാനും ചിലർക്ക് സീറ്റുകൾ നൽകിയെങ്കിൽ വിശ്വകർമ്മ, ധീവര, എഴുത്തച്ഛൻ, ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടവണ്ണം പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കേരള രാഷ്ട്രീയം വാസ്തവത്തിൽ ഇന്നും
ഒരു വിഭാഗം സവർണ ജനവിഭാഗങ്ങളുടെ കയ്യിൽ ഇന്ന് അവർ വെച്ചിരിക്കുകയാണ്. അത് മറ്റ് ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ, കൈമാറുവാൻ, മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുവാൻ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ട് കാണുന്നില്ല എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യം. തീർച്ചയായും ഇതിന് മാറ്റം വന്നേ തീരൂ. കേരളത്തിൽ സാമൂഹ്യ നീതി, എല്ലാ സമുദായങ്ങൾക്കും തുല്യമായ നീതി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു, ഇനി ജയിച്ചു വരുന്ന ആളുകളുണ്ട്. ആ ജയിച്ചു വരുന്ന മന്ത്രിസഭയിൽ പിന്നോക്ക സമുദായങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വിശ്വകർമ്മ ധീവര സമുദായങ്ങൾക്കൊക്കെ വേണ്ട പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള മന്ത്രിസഭയായിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് അഭിപ്രായപ്പെടുകയാണ്. ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ശ്രീനാരായണ ഗുരു സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊണ്ട മഹാനാണ്. അരുവിപ്പുറം തൊട്ട് രാജ്യത്ത് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതും സംഘടനകൾ സ്ഥാപിച്ചതും സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൂടിയാണ്. ശ്രീനാരായണ ധർമ്മത്തിന് രണ്ട് വശമുണ്ട്. ഒന്ന് ആത്മീയ വശം, ഒന്ന് ഭൗതിക വശം. ഭൗതിക വശം ധർമ്മത്തിൻ്റെ ഒരു ഭാഗം വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും പുരോഗതി ഉണ്ടാകണം. അത് ധർമ്മത്തിൻ്റെ മറുഭാഗമാണ്. അപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നുള്ള SNDP യോഗവും ശ്രീനാരായണ ധർമ്മ സംഘം എന്നുള്ള ശിവഗിരി സന്യാസി സംഘവും ധർമ്മത്തിലൂന്നി നിന്ന് പ്രവർത്തിക്കുമ്പോൾ ആത്മീയമായ പുരോഗതി മാത്രമല്ല, സമൂഹത്തിൻ്റെ ഭൗതികമായ പുരോഗതിക്ക് വേണ്ടിയും ലക്ഷീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നമസ്കാരം. സ്വാമിയുടെ ഈ ശിവഗിരി പ്രസ്താവനയ്ക്ക് എതിരായിട്ട് നമ്മുടെ ജയശങ്കർ അടക്കം, രാഷ്ട്രീയ നിരീക്ഷകൻ ജയശങ്കർ അടക്കം പല മാധ്യമങ്ങളിലും വിമർശനം വളരെയേറെ ഉണ്ടായി. അതിനെങ്ങനെയാ സ്വാമി വിലയിരുത്തുന്നത്? ജയശങ്കറൊക്കെ അങ്ങനെ പറഞ്ഞുവെങ്കിലും നീലകണ്ഠൻ, അതേപോലെ നമ്മളുടെ പേര് മറന്നുപോയിരിക്കുന്നു, അവരൊക്കെ ചർച്ചയിൽ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ എതിർപ്പുകളായിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും സ്വാമി പറഞ്ഞത് ശരിയാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടി എല്ലാ പാർട്ടികളും നിലകൊള്ളണമെന്നുള്ള അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നൽകണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ച. എന്തോ ഞങ്ങളൊരു അഭിപ്രായമുണ്ടായി. കുറേ ഭാഗത്ത് നീതി ലഭിച്ചു, എന്നാൽ പൂർണ്ണമായും നീതി ലഭിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വകർമ്മ ധീവര ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ട പ്രാതിനിധ്യം ഇപ്പോഴും നൽകപ്പെട്ടിട്ടില്ല. എല്ലാ മുന്നണിയിലും അങ്ങ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതുപോലെ ഈ വിശ്വകർമ്മ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ, ധീവര സമുദായത്തിന് വേണ്ടി സംഘടനകൾ, ഇത്തരം സംഘടനകൾ ഇവരെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അവരെ വേണ്ടവണ്ണം മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ SNDP യോഗത്തിൽ അല്പം ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ. പക്ഷേ മറ്റുള്ള ഈ പറഞ്ഞ പിന്നോക്ക സമുദായങ്ങളുടെ സമുദ്ധാരണത്തിന് വേണ്ടി ആവശ്യമായ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് കേവലമായ സത്യമാണ്. സ്കൂൾ കോളേജുകളൊക്കെ മന്നവും ശങ്കറും ഉണ്ടായിരുന്നത് കൊണ്ട് ഈഴവ സമുദായത്തിനും നായർ സമുദായത്തിനും ഒക്കെ കുറേ സ്കൂളുകളും കോളേജുകളും ലഭിച്ചു. പക്ഷേ ഈ പറഞ്ഞ സമുദായങ്ങൾ, വിശ്വകർമ്മര്, ധീവരര്, അങ്ങനെയുള്ള സമുദായങ്ങൾക്ക് ഒരു സ്കൂളും ഇല്ല, ഒരു കോളേജും ഇല്ല, അവർക്ക് ആവശ്യമായ സ്ഥാപനങ്ങളുമില്ല.
ഗവൺമെൻറ് സഹായിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ വേണം സഹായിക്കുവാൻ. ഇതൊക്കെ ധാരാളമായിട്ടുള്ള സമുദായങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയല്ല ആവശ്യം. ഈ സമുദായങ്ങൾ, പിന്തള്ളപ്പെട്ടു പോയ സമുദായങ്ങൾക്ക് ആവശ്യമായ സാമൂഹ്യ നീതിയാണ് ഉറപ്പുവരുത്തേണ്ടത്.